നല്ല ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ശിവാങ്കണ്ട് ബ്രോ. ഹാപ്പി ന്യൂ ഇയർ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു ബ്രോ. ഹാപ്പി ന്യൂ ഇയർ. അവിടെ എങ്ങനെയൊക്കെയുണ്ട് കാര്യങ്ങൾ? നന്നായിട്ട് പോകുന്നു. ഇപ്പൊ വളരെ വളരെ കോൺട്രോവേഴ്ഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നലെ സംഭവിച്ചു. നിങ്ങള് കുറച്ച് മത്സരത്തിന് ശേഷമാണ് ഒരു മാച്ച് തോൽക്കുന്നത്. ബ്രോ എന്താണ് ഓവറോൾ മത്സരത്തിനെ പറ്റി പറയാനുള്ളത്? അല്ല, മാച്ച് ഞങ്ങൾ പറഞ്ഞില്ലേ, ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു ടോട്ടനമിന്. അതായത് ഫൈറ്റ് തന്നു. ആ 6-3 കളിച്ച കളി പോലെ അല്ല ടോട്ടനം. അത് നമ്മൾ വിചാരിക്കാത്ത രീതിയിലാണ് ഫൈറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത, ലിവർപൂൾ ഒരിക്കലും വിചാരിച്ചില്ല ടോട്ടനം ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു. അതാണ് മെയിൻ കാര്യം. പിന്നെ വേറൊന്ന്, ഈ ഫെറ്റീഗ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഫെറ്റീഗ് ഉണ്ട്. പക്ഷെ അല്ലാണ്ട് നമ്മൾ നോക്കുമ്പോൾ ചില പ്ലേയേഴ്സിന്റെ ആബ്സെൻസ് അവിടെ ഭയങ്കരമായിട്ട് അറിയുന്നുണ്ട്. അതാണ് വേറൊരു കാര്യം. സ്പെഷ്യലി സൊബോസ്ലായിട്ടാണ് കാര്യം. കേർട്ടിസ് ജോൺസ് ഞാൻ എപ്പോഴും പറയാം, ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, കേർട്ടിസ് ജോൺസ് എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം പേർപ്പിൾ പാച്ചുള്ള പ്ലേയേഴ്സിലൊന്നാണ്. 10 ഗെയിം വരെ കളിച്ച് കഴിഞ്ഞാൽ ബാക്കി സീസൺ ഫോം ഔട്ട് ആയിരിക്കും. അപ്പോൾ ഞാനിത് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇത് കേർട്ടിസ് ജോൺസിന് ഇപ്പോൾ വർക്ക് ആവുന്നില്ല. പുള്ളി അവിടെ കളിക്കുന്നു. സൊബോസ്ലൈ തന്നെ വേണം. 2 കളി സൊബോസ്ലൈ ഇല്ലായിരുന്നു. ഒരു കളി ഡ്രോ ആയി, ഇപ്പോൾ ഒരു കളി തോക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും സൊബോസ്ലൈയുടെ ഇമ്പോർട്ടൻസ് എന്താണ്. അപ്പോൾ സൊബോസ്ലൈ ഇല്ലാത്തതാണ് ഇന്നലെ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ബോക്സിലോട്ട് തന്നെ പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ടോട്ടനം. ഫുൾ ടൈം ബോൾ പ്രോഗ്രസ് ചെയ്യാനേ സമ്മതിക്കുന്നില്ല. എസ്പെഷ്യലി ബെർഗോൾ എത്ര പ്രാവശ്യം പ്രസ് ചെയ്ത് ഒരു പ്രാവശ്യം അലിസന്റെ ബോൾ വരെ എടുത്ത് പ്രസ് ചെയ്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഒപ്പോസിഷൻ പിൻ ചെയ്യുന്നതാണ് കാര്യം. ടോട്ടനമെന്റിൽ ബോൾ ഇട്ട് നമുക്ക് പ്രസ് ചെയ്യാനും പറ്റുന്നില്ല. നമ്മുടെ ബോൾ ഇട്ട് നമുക്ക് ബോൾ പ്രോഗ്രസും ചെയ്യാൻ പറ്റും. കാര്യം കേർട്ടിസ് ജോൺസിന്റെ ബോൾ കിട്ടി കഴിഞ്ഞാൽ പുള്ളി ബോളും കൊണ്ട് തിരിഞ്ഞ് നോക്കി വരുമ്പോഴത്തേക്കും കുലസൊക്കെ ഒന്ന് ബോൾ എടുത്തുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിന് പറ്റിയ പ്ലെയർ അല്ല പുള്ളി. അത് പിന്നെ പുള്ളി ഭയങ്കര ഔട്ട് ഓഫ് ഫോമും ആണ്. കഴിഞ്ഞൊരു ഫുള്ളൻ ഗെയിമൊക്കെ മുതൽ പുള്ളി ഗോൾ അടിച്ചു. പക്ഷെ അതുപോലെ ഒരു ഔട്ട് ഓഫ് ഫോം ആണ് പുള്ളി. അപ്പോൾ അതാണ് മെയിൻ കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നത് കോൺസ പോയി അവിടെ എൻഡോണ് വന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എത്തണമെങ്കിൽ നമ്മുടെ ഡെപ്ത് എത്രയും ആലോചിച്ച് നോക്കണം. ഡിഫൻസിന്റെ വാൻഡൈക്കിന്റെ അവിടെ എൻഡോനൊക്കെ കളിപ്പിട്ട് നിങ്ങളുടെ അത്രയും വേഴ്സ് അല്ല സത്യം പറഞ്ഞ കാര്യം. നിങ്ങൾക്ക് കാര്യം ആർച്ചിഗ്രയും ഡ്രഗൂസിനാണ് കളിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഒരു എന്താ പറയാ, എൻഡോയുടെ കരിയറിൽ 250 മാച്ചെങ്ങാണ്ട് സെന്റർ ബാക്ക് ആയിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷെ എങ്ങനെയല്ലോ സെന്റർ ബാക്ക് കളിക്കുന്ന ഒരു ലെവൽ അവിടെ വരില്ല എങ്ങനെയാണെങ്കിലും. എരിൽഡിയോലും ഇഞ്ചിപ്പാര സൊലാങ്കിയുടെ ഓഫ് സൈഡ് ഗോളിൽ തന്നെ നമുക്കറിയാം എൻഡോ റിക്കവറി പേസ് ഇല്ല ഒരു സെന്റർ ബാക്കിന്റെ ഓടി പിടിക്കാനായിട്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടതാണ് അതിനകത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് സൈനിങ്സ് ഇല്ലാത്തതിന്റെ ഏറ്റവും വലിയൊരു പ്രൂഫാണ് ഇത് കാണുന്നത് നമ്മൾ. കാര്യം കോൺസ കളിക്കുമ്പോഴേ എനിക്ക് പേടിയാണ്. കാര്യം നമുക്കറിയാം കോൺസ കഴിഞ്ഞ സീസണിന്റെ ഒരു ഷാഡോ പോലും ഇല്ല. ഇപ്പം എനിക്ക് തോന്നുന്നത് നോക്കുമ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ടോട്ടനം വേറെ ബെറ്റർ തന്നെ. അത്രേ പറയാനുള്ളൂ. യുണൈറ്റഡ് ഗെയിം പോലെ തന്നെ യുണൈറ്റഡ് ഞങ്ങളെക്കാളും ബെറ്റർ ആയിരുന്നു. അതുപോലെ തന്നെ ടോട്ടനം ഞങ്ങളെക്കാളും ബെറ്റർ ആയിരുന്നു. ബ്രോ, ജനുവരി വിൻഡോ ഓപ്പൺ ആണ്. എന്തെങ്കിലും സോളിഡ് ആയിട്ടുള്ള ന്യൂസ് കേൾക്കുന്നില്ല? കാരണം കഴിഞ്ഞ വർഷമാണോ അതിന്റെ മുമ്പത്തെ വർഷമാണെന്ന് അറിയാം, ഇതുപോലത്തെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നിങ്ങളെ കയ്യിൽ ലീഡുള്ള സമയത്താണ് ജനുവരി വിൻഡോ ഓപ്പൺ ആയത്. പക്ഷെ നിങ്ങളെ വിൻഡോയിൽ ആരെയും പ്രധാനമായിട്ട് സൈൻ ചെയ്തിട്ടില്ല. പിന്നെ പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ അതേപോലത്തെ സിറ്റുവേഷനാണ്. ഇപ്പം സോളിഡ് ആയിട്ടുള്ള ലീഡ് ഉണ്ട്. നിങ്ങളുടെ പ്രധാനപ്പെട്ട എസ്പെഷ്യലി കൊനാട്ടെ ഒരു 90 മിനിറ്റ്സ് കളിക്കാനുള്ള സിറ്റുവേഷൻ ആയിട്ടില്ല. അതുകൊണ്ടാണ് പുള്ളിനെ ഇറക്കാണ്ടുന്നത്. പുള്ളി ഫുള്ളി ഫിറ്റ് ഇപ്പം വേറെ ഏതെങ്കിലും ഇഞ്ചുറി പിക്കപ്പ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. അതുകൊണ്ടാണ് പുള്ളിനെ പുഷ് ചെയ്യാത്തത്. ഇപ്പൊ എത്രയും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു അഡീഷണൽ ഡിഫൻഡറെ കൊണ്ടുവരിക, വാൻഡേക്കിന് ഒരു പേരിനെ കൊടുക്കുക എന്നുള്ളതാണ്. ടിമിക്കാസ് ഇന്നലെ പുള്ളിയുടെ കാലിന് ഓക്കെ ആണോന്ന് അറിയില്ല. പുള്ളി ഒരു ഓക്കെ പെർഫോമൻസ് ആയിട്ടാണ്. ഫസ്റ്റ് ഹാഫിലൊക്കെ 1-2 പാനിക് മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി എങ്ങനെ ഹാൻഡിൽ ചെയ്തു, മോശമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ പറഞ്ഞ പോലെ തന്നെ ആ ഡിഫൻസ് ഒന്ന് സ്ട്രെങ്തൻ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ കപ്പ് അടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കപ്പ് മാത്രമല്ല, ടോപ്പ് 4ന്റെ താഴത്തോട്ട് പോകും ഇത് മോശമായി കഴിഞ്ഞാൽ. കാര്യം വാൻഡൈക്കിന്റെ സസ്പെൻഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ആരും കളിക്കാനില്ല വേറെ. അതാണ് ഇപ്പൊ അവസ്ഥ. കാര്യം ഒരു സസ്പെൻഷൻ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാച്ച് ഔട്ടാണ്. 3 മാച്ച് ഔട്ടായി കഴിഞ്ഞാൽ എൻഡോടുകൂടെ അവിടെ കളിക്കാൻ ആളില്ല. അത്രയും പേര്. ഗോമസ് ഇഞ്ചോർഡാണ്. കൊണാട്ടെ ഫിറ്റ് അല്ല. കൊണാട്ടെ യുണൈറ്റഡ് ഗെയിമിൽ എന്തിനാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവില്ല. യുണൈറ്റഡ് ഗെയിമിൽ പുള്ളി ഒട്ടും ഫിറ്റ് അല്ല. 100% ഒരു 50% പോലും അല്ല പുള്ളി. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം. ഇന്നലത്തെ ഗോൾ അടിച്ച ഗോളിലും കൊണാട്ടയുടെ മിസ്റ്റേക്ക് ആണ്. നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും കാര്യം ലെഫ്റ്റ് ബാക്സ് റിട്ടേൺ ഓഫ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ലെഫ്റ്റ് ബാക്സിന്റെ സിറ്റുവേഷൻ നമുക്ക് സിമിക്കാസ് ഒരു കളി കളിച്ച് കഴിഞ്ഞാൽ സെയിം കേർട്ടിസ് ജോൺസിന്റെ അവസ്ഥയാണ്. ഇന്നലെ തന്നെ സിമിക്കാസിന് എങ്ങനെ ആൾക്കാരെ ടെൻഷൻ ആക്കാന്ന് വിളിക്കുന്ന നല്ലോണം അറിയാം. അത്രയും അങ്ങനെ രീതിയിലാണ് സിമിക്കാസ് കളിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് ബാക്ക് അത്യാവശ്യമാണ്. സെന്റർ ബാക്സ് വാൻഡൈക്കിന് പെയർ മാത്രം പോലെ വാൻഡൈക്കിന് റെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സെന്റർ ബാക്കും കൂടെ വേണം. അതായത് 2 സെന്റർ ബാക്സ് വേണം ഇങ്ങനെ നോക്കിയാൽ. അപ്പോൾ ഇത് ഇപ്പൊ സോൾവ് ചെയ്തില്ലെങ്കിൽ അടുത്ത സമ്മറിൽ വലിയൊരു മൗണ്ടൻ ആവും. കാര്യം അടുത്ത സമ്മറിൽ ഡിപ്പാർച്ചേഴ്സ് മാത്രമേ ഉള്ളൂ ക്ലബിൽ നിന്ന്. കുറെ പേര് പോവും. ലൂയിസ് ഡിയാസ് പോവും. ജോട്ടയുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഡാർവിൻ നൂനെസ് പോവും.
RV-യിലിട്ട് ഇപ്പൊ പോകുന്നു കേൾക്കുന്നു അടുത്ത ഈ സമ്മറിൽ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ ഒരു 3 പേരെ വേണം. ഇപ്പൊ ഈ ഒരു പ്ലെയർ ആവശ്യമുള്ളപ്പോ പോലും ഒരു പ്ലെയർ മേടിച്ചു തരാത്ത ഓണേഴ്സ് എങ്ങനെ ഇത്രയും പേര് മേടിച്ചത്? അപ്പൊ ജനുവരിയിൽ എന്തായാലും ആവശ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, ജനുവരി തുടങ്ങും ഫസ്റ്റ് 2-ാം തീയതി 3-ാം തീയതി സൈൻ ചെയ്യേണ്ടതാണ് പ്ലെയേഴ്സിനൊക്കെ. ഒരു 2 സെന്റർ ബാക്കിനും ഒരു മിഡ്ഫീൽഡറിനെയും. കാര്യം മിഡ്ഫീൽഡർ എന്ന് പറയുമ്പോൾ ഒരു ഹൈ ക്വാളിറ്റി മിഡ്ഫീൽഡർ തന്നെ വേണ്ടി വരും. കാര്യം ഗ്രാൻഡ് ബേർച്ച് എത്ര കളിയെ കളിക്കുന്നു. ഗ്രാൻഡ് ബേർച്ചിനെ ശരിക്കും പറഞ്ഞാൽ പിഴിയാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോവാണെങ്കിൽ ഗ്രാൻഡ് ബേർച്ച് 1.5 സീസണെ ഫുൾ ഫിറ്റ് ആയിട്ട് കളിക്കുള്ളൂ. കാര്യം ഇഞ്ചുറി ഹിറ്റാവും. കാര്യം അങ്ങനെയാണ്, അത്രയും ഇന്റൻസിറ്റിയിൽ 90 മിനിറ്റ്സിൽ താഴെ അല്ല കളിപ്പിക്കുക. എല്ലാ മാച്ചും 90 മിനിറ്റ്സ് കളിപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും 2 ഡിഫൻഡേഴ്സും ഒരു ലെഫ്റ്റ് ബാക്കും ഒരു മിഡ്ഫീൽഡറും ഇപ്പൊ ആവശ്യമാണ്. പക്ഷെ അത് ഈ വിൻഡോയിൽ നടക്കൂല. അറ്റ്ലീസ്റ്റ് 2 സെന്റർ ബാക്സ് ആവശ്യമാണ്. അതെ, ഇന്നലെ കളിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോർവേഡ് ലൈനപ്പിൽ ചാൻസുകൾ ഉണ്ടായിരുന്നു. എനിക്ക് ആകെ ഒരു ക്ലിനിക്കലായിട്ട് തോന്നിയത് അർണോൾഡിന്റെ ഷോട്ട് ഉണ്ടായിരുന്നു. അത് ഗോൾ ലൈൻ ക്ലിയറൻസിൽ നമ്മൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അതല്ലാതെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോസലക്ക് 2-3 ചാൻസ് ഗാപ്കോ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളി അത്ര ക്ലിനിക്കൽ ആയിരുന്നില്ല. ആ ഷോട്ടൊക്കെ ഒരു ചെറിയ വ്യത്യാസത്തിൽ പുറത്തു പോയി. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ റൈറ്റ് വിങ്ങിൽ ഓപ്പൺ ആയിട്ട് പോകാനുള്ള സ്പേസ് മോസാലക്ക് അധികം കൊടുത്തിട്ടില്ല. പുള്ളി 1-2 പ്രാവശ്യമേ അങ്ങനെ ഓപ്പൺ ആയിട്ട് പോയി ബോക്സിനകത്തേക്ക് കയറാൻ സമ്മതിച്ചിട്ടുള്ളൂ. ഡെസ്പെൻസ് പുള്ളിനെ കുഴപ്പമില്ലാതെ മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോട്ട ഒരു ഐസൊലേറ്റഡ് ആയ പോലെയാണ് ഉള്ളത്. 1-2 ക്രോസ് ബോക്സിലേക്ക് വന്നു, പക്ഷെ പുള്ളിക്ക് ഒരു വലിയ ഇമ്പാക്റ്റ് ഒന്നും ആ സമയത്ത് ക്രിയേറ്റ് ചെയ്യാനും പറ്റിയില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ന്യൂനസ് വന്നിട്ടാണ് ന്യൂനസിന് 2 ചാൻസ് വന്നത്. ആ ഒരു ഹെഡറും പിന്നെ ഒരു ഷോർട്ട് റേഞ്ചിലുള്ള ഒരു പാസും. ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി ക്ലിനിക്കൽ ആയിരുന്നെങ്കിൽ നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ കാണുന്ന ലിവർപൂളിന്റെ ഷോട്ട്സ് ഒന്നും വന്നിട്ടില്ല. അതെ, ഞാൻ പറഞ്ഞില്ലേ, അത് മെയിൻ കാര്യം എന്ന് വെച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ ഒരു ജെല്ലില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന് പറയുമ്പോൾ എന്താ പറയാ, നമുക്ക് കേർട്ടിസ് ജോൺസ്, ഞാൻ കേർട്ടിസ് ജോൺസിനെ ഫുള്ളി ബ്ലെയിം ചെയ്യല്ലേ. പല ആൾക്കാർ പറയും ഞാൻ കേർട്ടിസ് ജോൺസ് ഹേറ്ററാണെന്ന് പറയും. പക്ഷെ കേർട്ടിസ് ജോൺസിനെ കൊണ്ട് പറ്റില്ല പരിപാടി. നമ്മുടെ പ്രസ്സിംഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 4-2-4 ആണ്. അതായത് 4 ബാക്ക്, 2 മിഡ്ഫീൽഡേഴ്സ്, 2 വിങ്ങേഴ്സ്, അത് കഴിഞ്ഞിട്ട് ഒരു ഫോർവേഡും അറ്റാക്കിംഗ് മിഡും. ഈ ഫോർവേഡിന്റെ കൂടെ പ്രസ് ചെയ്യാൻ കേർട്ടിസ് ജോൺസിന് പറ്റുന്നില്ല. അവിടെ തന്നെ നമ്മുടെ പ്രസ്സിംഗ് സ്ട്രക്ചർ മോശമായി. അപ്പോൾ കേർട്ടിസ് ജോൺസിന് കവർ, എന്നിട്ട് റൈറ്റ് ബാക്കിന് കവർ ചെയ്യാൻ കേർട്ടിസ് ജോൺസ് വരാത്തതുകൊണ്ട് ജോട്ടയാണ് കവർ ചെയ്യാൻ വരുന്നത്. അപ്പോൾ അവിടെ എത്രത്തോളം സൊബോസ്ലൈ എന്ന് പറഞ്ഞ പ്ലെയറിന്റെ ഇമ്പോർട്ടൻസ് അവിടെ നമുക്ക് കാണാൻ പറ്റും. അത് തന്നെയാണ് ഇന്നലെ അറ്റാക്കിൽ ഇഷ്യൂ ഉണ്ടായത്. ആൾക്കാരേക്കും കേർട്ടിസ് ജോൺസ് അറ്റാക്കിംഗ് മിഡായിട്ട് കളിച്ച കളിയിൽ ഗോൾ അടിച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലെ ഇപ്പൊ നമ്മള് ഈ ടോട്ടനം എന്ന് വെച്ചാൽ നമുക്കറിയാം ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യുന്ന സൈഡാണ്. ഇന്റൻസ് ആയിട്ട് പ്രസ് ചെയ്ത് ബോൾ പിൻ ചെയ്ത് അപ്പൊ തന്നെ ബോൾ ഫോർവേഡ് ചെയ്യുന്ന ഒരു സൈഡാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് അങ്ങനെ പിൻ ചെയ്യുന്ന ഒരു സൈഡിന്റെ കൂടെ കേർട്ടിസ് ജോൺസ് ഭയങ്കര ഡിലേ ആക്കും ഗെയിം. പുള്ളി ഒരു പാസ് ഇടുമ്പോൾ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി, നമ്മൾ ശരിക്കും സ്കാൻ ചെയ്യണം. അല്ല, പുള്ളി ചുറ്റുമൊക്കെ ഇങ്ങനെ നോക്കി സമയം എടുത്ത് കാഷ്വലായിട്ട് ബോൾ കൊടുക്കുമ്പോഴത്തേക്കും പ്ലേയേഴ്സ്, എസ്പെഷ്യലി കുലസെവ്സ്കി പുറകെ ആയിരുന്നു. ആ ബെന്റക്കറിന് ആ ഇൻസിഡന്റ് വന്നേ പിന്നെ കുലസെവ്സ്കിയാണ് താഴത്തോട്ട് പോയത്, മിഡ്ഫീൽഡിലോട്ട് പോയത്. കുലസെവ്സ്കി ജോൺസിന്റെ പുറകെ ആയിരുന്നു. അപ്പോൾ അതും കുലസെവ്സ്കി ആണെങ്കിൽ ഭയങ്കര ഫിസിക്കലുമാണ്. ഈ ജോൺസ് ബോളൊക്കെ എടുത്ത് തിരിഞ്ഞു വരുമ്പോഴത്തേക്കും നാളെയാവും, അപ്പോഴത്തേക്കും ബോൾ കൊണ്ട് പോകും. അപ്പൊ അതാണ്, നമുക്ക് ബോൾ ഫ്രണ്ടിലോട്ട് റിലീസ് ചെയ്യുക, അപ്പത്തേക്കും ഫ്രണ്ടിലോട്ട് ഓടിക്കയറാൻ ആള് വേണം. അതില്ല കേർട്ടിസ് ജോൺസിന്, അത് പറ്റില്ല. കേർട്ടിസ് ജോൺസ് ടേക്ക് ഓൺ ചെയ്യാനാണ് നോക്കുന്നത് ബോളും കൊണ്ട്. അതിനൊരു ലിമിറ്റ് ഇല്ല. കാര്യം കുലിസെവ്സ്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ബിസൂമയാണ്. ബിസൂമ ഒരു നല്ല 1v1 ഡിഫൻസ് മിഡ്ഫീൽഡർ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയ ഫ്ലോ ഇന്നലെ ഉണ്ടായത്. പിന്നെ എന്തുകൊണ്ട് ഇന്നലെ 11 മിനിറ്റ്, 7 മിനിറ്റ്, 18, 108 മിനിറ്റ്, 108 മിനിറ്റ്സ് കേർട്ടിസ് ജോൺസിനെ കളിപ്പിച്ചു RV-യിലിട്ട് ബെഞ്ചിലുണ്ടായിട്ട്. എനിക്കിപ്പോൾ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അത് ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം മാറ്റും എന്നിട്ടും മാറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ സ്ട്രൈക്കർ സിറ്റുവേഷൻ അത് ഭയങ്കര മോശമാണ്. കാര്യം ജോട്ട ക്ലിനിക്കലല്ല. ഡാർവിൻ ന്യൂനസിന്റെ കാര്യം പിന്നെ പറയണ്ട. ഡാർവിൻ ന്യൂനസ് 5 ഗോൾ അസിസ്റ്റേ ഉള്ളൂ സീസണിൽ. അപ്പോൾ അത് കാര്യം എല്ലാ പ്രാവശ്യം നമുക്ക് ഒരിക്കലും സല ഒരു ഗെയിം മോശമായിട്ട് കളിക്കുമ്പോൾ സലേനെ ഒരിക്കലും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇനി ബാക്കിയുള്ള 5 മാസം സല ഗോൾ അടിച്ചില്ലെങ്കിൽ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാര്യം ഒരു സീസണിലേക്കുള്ള പണി പുള്ളി 6 മാസത്തേക്ക് എടുത്തു കഴിഞ്ഞു. നമുക്ക് ഒരിക്കലും പുള്ളിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഗ്യാപ്പോ നല്ലോണം പണിയെടുക്കുന്നു. ഗ്യാപ്പോ ആണ് ഇന്നലെ ഒരു ബ്രൈറ്റ് ലൈറ്റ് ഗ്യാപ്പ് വരുന്നു. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട സ്ട്രൈക്കേഴ്സ് ആണ്, അത് ചെയ്യുന്നില്ല. സ്ട്രൈക്കേഴ്സിന്റെ നമ്പേഴ്സ് ഭയങ്കര മോശമാണ്. അപ്പോൾ അത് സോൾവ് ചെയ്തില്ലെങ്കിൽ അത് ഭാവിയിൽ പ്രശ്നം. പിന്നെ ഡെപ്ത് ഒട്ടും ഇല്ല ഇപ്പോൾ ഡിഫൻസിലാണെങ്കിലും ഒരു പരിധി വരെ മിഡ്ഫീൽഡിലാണെങ്കിലും. അതെ, അവസാനത്തെ ക്വസ്റ്റ്യൻ ബ്രോ. ഒരുപാട് ആൾക്കാർ പോകുന്നു പറഞ്ഞു.
അർണോൾഡ് മാഡ്രിഡിലേക്ക് പോകുന്നുള്ള ന്യൂസ് കേൾക്കുന്നുണ്ട്. ചില ആൾക്കാർ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ മോസലയുടെ ഡിസ്കഷൻ നടക്കുന്നു എന്ന് കേൾക്കുന്നു. വേറെ പലർക്കും കോൺട്രാക്ട് ഓഫർ ചെയ്യാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. എന്തെങ്കിലും സോളിഡ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ട്? ഈ റൂമേഴ്സ് മാത്രമാണോ, അല്ലെങ്കിൽ ആരെങ്കിലും കൺഫേം ചെയ്തോ? ഓക്കെ ആണ്. പല ആൾക്കാരും പറയുന്നത് ഒക്കെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് വന്നു, പിന്നെ ഒന്നുമില്ല. ഇത് സാലയും വണ്ടേക്കും നിൽക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ക്ലബിന്റെ സോഴ്സസ് തന്നെയാണ് ട്വിറ്ററിലൊക്കെ പറയുന്നത്. ഡേവിഡ് ഓൺസ്റ്റീൻ ഒരു 2 ആഴ്ച മുമ്പ് പറഞ്ഞത് സാലയും വണ്ടേക്കും ആർ എക്സ്പെക്ടഡ് ടു സ്റ്റേ എന്നാണ്. അപ്പോ ട്രെൻഡിന്റെ കേസ് ഞാൻ പറഞ്ഞില്ല, ട്രെൻഡ് ഒരു എന്താ പറയാ, ഒരു എക്സെപ്ഷൻ ആണ്. ഞാൻ പറഞ്ഞത് നമ്മളൊന്ന് പറയുമ്പോൾ പറയും ജെറാർഡ് നിന്നില്ല അതുകൊണ്ട് ട്രെൻഡ് നിൽക്കുന്ന കുറെ പേര് പറയും. പക്ഷെ അങ്ങനെ ഇല്ല. നമ്മൾ നോക്കുമ്പോൾ ജൂഡ് ബെല്ലിംഗം അവിടെ ഉണ്ട്. പുള്ളിക്ക് മനസ്സിലായി അവിടെ ഒരു നന്നായിട്ട് കളിച്ചാൽ ഒരു ഇംഗ്ലീഷ്മാനിന് സർവൈവ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഏരിയ ആണ് സ്പെയിൻ. കാര്യം നല്ല ക്ലൈമറ്റ് ആണ്, നല്ല എന്താ പറയാ, അവിടെ സുഖമല്ലേ. കാര്യം ഫെഡറിക്കോ വാൽവെർദെ ഉണ്ട് അവിടെ, നല്ല കവർ കിട്ടും, സുഖമായിട്ട് കളിക്കാം, നല്ല സുഖമായിട്ട് കളിക്കാം. റൈറ്റ് ബാക്ക് എന്ന് വെച്ചാൽ ഒരു സേഫ് സ്പോട്ടാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു പിന്നെ നല്ല വേജ്, കാര്യം ഫ്രീ ഏജന്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ മഡ്രിഡ് ഫ്രീ ഏജൻസിന് നല്ല വേജസ് കൊടുക്കും. ഡേവിഡ് ആലവയ്ക്കൊക്കെ 430,000 പൗണ്ട്സ് ആണ് കൊടുക്കുന്നത് ഫ്രീ ഏജന്റ് ആയിട്ട് പോയത്. അപ്പോൾ ആ നോക്കുമ്പോൾ ഫ്രീ ഏജന്റ് ആയിട്ട് പോകുമ്പോൾ എങ്ങനെയായാലും 300, 350, 400 അടുത്തൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെ ട്രെൻഡിന്റെ ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയർ ലീഗിൽ ഹയസ്റ്റ് പെയ്ഡ് പ്ലെയർ ആക്കണം, ക്യാപ്റ്റൻ സാംബാൻഡ് വേണം. അത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ പ്രീമിയർ ലീഗിന്റെ ഹയസ്റ്റ് പെയ്ഡ് പ്ലെയർ ഒന്നും ആക്കേണ്ട ഒരു കാര്യമില്ല. സാലയൊക്കെ അവിടെ ഇരിക്കുമ്പോൾ ഒരിക്കലും അർണോൾഡിനൊന്നും അങ്ങനെ ആക്കില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ വേജ് ഡിമാൻഡ്സ് ഒന്നും മീറ്റ് ചെയ്യാൻ FSG റെഡി ആയിരിക്കില്ല. കാര്യം കുറെ പേര് പറയും ഗിവ് ഹിം വാട്ട് ഹി വാണ്ട്സ് എന്നൊക്കെ. അല്ല, നമ്മള് പറയുമ്പോൾ നമ്മുടെ പൈസ അല്ല, നമ്മൾ പറയും നമുക്ക് ആ കൊടുത്തൂടെ. പക്ഷെ അല്ല, പീനട്സ് അല്ലല്ലോ കൊടുക്കുന്നത്. കാര്യം ഒരു റൈറ്റ് ബാക്ക് റീസ് ജെയിംസ് 250K ഏൺ ചെയ്യുന്നുള്ളൂ. ഈ ലോകത്ത് എത്ര വലിയ എന്റെ ഒപ്പീനിയനിൽ വേൾഡിൽ ഏറ്റവും ബെസ്റ്റ് റൈറ്റ് ബാക്ക് ഡാനി കാർവഹാലാണ് ഇപ്പോഴും, ഇഞ്ചുറി ആയിരിക്കുമ്പോഴും. പുള്ളിക്ക് പോലും ഇത്രയും വേജ് ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇവന് 350, 400K കൊടുക്കുന്നത്? ഒരിക്കലും ഇല്ല. അപ്പോൾ ഞാൻ അതാ പറയുന്ന, ഒരു ഡച്ച് പ്ലെയറിനും ഒരു ഈജിപ്ഷ്യനും ഉള്ള അത്ര പോലും നിൽക്കണം എന്നുള്ള ആഗ്രഹം ഇവിടുന്ന് വളർന്നു വന്ന ഒരാൾക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഒരാളെ ഫോഴ്സ് ചെയ്ത് നിർത്താൻ പറ്റില്ല. അപ്പൊ മെയിൻ കാര്യം. അപ്പോൾ എനിക്ക് ട്രെൻഡ് 90% ടു മാഡ്രിഡ് ആണ്. അയാളുടെ പുള്ളിയുടെ മൈൻഡിലും അത് തന്നെയാണ്, മാഡ്രിഡിലോട്ട് പോകണം തന്നെ. അതാണ് നമ്മൾ യുണൈറ്റഡ് ഗെയിമിൽ ക്ലിയർ ആയിട്ട് കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ലൈഫ് ആഫ്റ്റർ ട്രെൻഡ് ആലോചിച്ച് തുടങ്ങേണ്ട സമയം. എനിക്കൊന്ന് സ്ലോട്ടിന്റെ അണ്ടറിൽ ട്രെൻഡ് ഇസ് ജസ്റ്റ് എ ഫുൾ ബാക്ക്. ക്ലോപ്പിന്റെ അണ്ടറിലുള്ള പോലെ പുള്ളിക്ക് ഫ്രീഡോ, പുള്ളിക്ക് ഫ്രണ്ടിലോട്ട് പോകും, മിഡ്ഫീൽഡിലോട്ട് കയറാനോ, വൈറ്റിൽ ബോള് പിങ് ചെയ്യാനോ ഒന്നുമുള്ള ചാൻസ് ഇല്ല. ഒരു ഫുൾ ബാക്ക് മാത്രം, നോർമൽ ഫുൾ ബാക്ക് ആണ്. ബ്രാഡ്ലി എന്ത് ചെയ്യുന്നു അതേ ട്രെൻഡിന് ചെയ്യാൻ പറ്റുള്ളൂ സ്ലോട്ടിന്റെ അണ്ടറിൽ. അപ്പോൾ എനിക്കൊന്ന് ബ്രാഡ്ലി കളിപ്പിക്കുക, വേറെ റൈറ്റ് ബാക്ക്, അത് വേറൊരു അഡീഷന്റെ ഒരു റിക്വയർമെന്റ് ആയി മാറി. ഇപ്പൊ ട്രെൻഡ് പോയാൽ അതിനൊരു റിപ്ലേസ്മെന്റ് എന്നുള്ളതല്ല, അവിടെ ഒരു ബാക്കപ്പ് ഇല്ലാണ്ടായി. ഇപ്പൊ ഓൾറെഡി ബാക്കപ്പ് ഇല്ലാത്ത സ്ഥലത്ത് ആൾക്കാരില്ല. അപ്പൊ ഇതിനും കൂടെ ബാക്കപ്പ് ഇവർ ഇവിടെ കൊണ്ടുവരുന്ന എനിക്ക് അറിഞ്ഞു. ഓക്കെ ബ്രോ, അപ്പോൾ താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതിൽ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീക്കിൽ FA കപ്പ് മത്സരങ്ങളൊക്കെ ഉണ്ട്, അത് വലിയ കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം നെക്സ്റ്റ് വീക്ക്. താങ്ക് യു സോ മച്ച്. Thank you so much, bro. Bye, take care. Bye, take care.